السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما، وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ ഖവാഇദുൽ അർബ എന്ന കിതാബാണ് നമ്മൾ പഠനം ആരംഭിച്ചത്. ഷെയ്ഖ് റഹിമഹുള്ള ഈ കിതാബിന്റെ ഈ കൊച്ചു കൃതിയുടെ തുടക്കത്തിൽ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്അലുല്ലാഹൽ കരീമ റബ്ബൽ അർശിൽ അദീം അൻ യതവല്ലാക ഫിദ്ദുനിയ വൽ ആഖിറ വഅൻ യജ്അലക മുബാറകൻ ഐനമാ കുൻത വഅൻ യജ്അലക മിമ്മൻ ഇദാ ഉഅതിയ ശകറ വഇദാ ബുതുലിയ സബറ വഇദാ അദ്നബ ഇസ്തഗ്ഫറ ഫഇന്ന ഹൗലാഇ സലാസ ഉൻവാനു സആദതി. മഹാനായ ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം ഓരോ വായനക്കാരനു വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ റിസാല ആരംഭിച്ചിട്ടുള്ളത്. അസ്അലുല്ലാഹൽ കരീമ റബ്ബൽ അർശിൽ അദീം. മഹത്തായ അർശിന്റെ റബ്ബും അങ്ങേയറ്റത്തെ ഉദാരതയുള്ളവനുമായ അല്ലാഹു തആലയോട് ഞാൻ ചോദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അൻ യതവല്ലാക ഫിദ്ദുനിയ വൽ ആഖിറ. ഇഹലോകത്തും പരലോകത്തും അല്ലാഹു തആല രക്ഷാധികാരിയായി നിന്റെ കൂടെ ഉണ്ടാവട്ടെ, അഥവാ നിന്നെ അല്ലാഹു സംരക്ഷിക്കട്ടെ, നിന്നെ അല്ലാഹു സഹായിക്കട്ടെ, നിന്നെ അല്ലാഹുവിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തട്ടെ തുടങ്ങി മഹത്തായ ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള പ്രാർത്ഥനയാണ് അത്. വഅൻ യജ്അലക മുബാറകൻ ഐനമാ കുൻത. അതുപോലെ തന്നെ അല്ലാഹു തആല നീ എവിടെയായിരുന്നാലും നിന്നെ അനുഗ്രഹീതനാക്കി മാറ്റട്ടെ. വഅൻ യജ്അലക, അതോടൊപ്പം അല്ലാഹു തആല നിന്നെ ആക്കി തീർക്കുമാറാവട്ടെ. മിമ്മൻ ഇദാ ഉഅതിയ ശകറ, വല്ലതും നൽകപ്പെട്ടാൽ അഥവാ അല്ലാഹു വല്ല അനുഗ്രഹവും നൽകിയാൽ നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിലും. വഇദാ ബുതുലിയ സബറ, പരീക്ഷിക്കപ്പെട്ടാൽ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിലും. വഇദാ അദ്നബ ഇസ്തഗ്ഫർ, വല്ല തെറ്റും അബദ്ധവും സംഭവിച്ചു പോയാൽ പശ്ചാത്തപിച്ചു മടങ്ങുന്നവരിലും അല്ലാഹു തആല നിന്നെ ഉൾപ്പെടുത്തട്ടെ. ഫഇന്ന ഹൗലാഇ സലാസ ഉൻവാനു സആദതി. തീർച്ചയായും ഈ മൂന്ന് കാര്യങ്ങളും സൗഭാഗ്യത്തിന്റെ അടയാളങ്ങളാണ്. ഈ മഹത്തായ പ്രാർത്ഥന ഓരോ വായനക്കാരനു വേണ്ടിയും പ്രാർത്ഥിച്ചതിന്റെ ശേഷം ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, യഅലം, നീ അറിയണം, അർശദകല്ലാഹു ലിതാഅതിഹി, അല്ലാഹു തആല അവനെ അനുസരിക്കുവാൻ വേണ്ടി നിനക്ക് മാർഗദർശനം നൽകുമാറാവട്ടെ. യഅലം എന്ന് പറഞ്ഞാൽ നീ അറിയണം. ഗൗരവപ്പെട്ട വല്ലതും പറയാനാണ് യഅലം, നീ അറിയണം എന്ന വാക്ക് പ്രയോഗിക്കുക. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തു മുഹമ്മദിൽ പറഞ്ഞു, ഫഅലം, നീ അറിയുക. ഇത് അല്ലാഹു തആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്. ഫഅലം, ഓ നബിയെ താങ്കൾ അറിയുക, താങ്കൾ മനസ്സിലാക്കുക. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. നോക്കൂ നിങ്ങൾ, ഒരു പ്രധാനപ്പെട്ട വിഷയം പറയാൻ അല്ലാഹു അതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചത് ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരുപാട് സമാനമായ പ്രയോഗങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. യഅലമു വഅലമു എന്നെല്ലാം അല്ലാഹു തആല പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട്.
എന്താണ് ആ വാക്കിന്റെ അർത്ഥം? എന്തിനാണത് ഉപയോഗിക്കുക? അതിനുശേഷം പറയാൻ പോകുന്ന വാക്കിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടി ശൈഖ് പറയുന്നു, യഅലം, നീ അറിയുക. എന്നിട്ട് പിന്നെയും വായനക്കാരന് വേണ്ടി അദ്ദേഹം ദുആ ചെയ്യുകയാണ്. അർശദക അല്ലാഹു ലിതാഅതിഹി, അല്ലാഹു തആല അവനെ ഇബാദത്ത് ചെയ്യാൻ നിനക്ക് മാർഗദർശനം നൽകുമാറാവട്ടെ, നിനക്ക് അല്ലാഹു സന്മാർഗം നൽകുമാറാവട്ടെ. എന്താണ് അർ റഷാദ്, അൽ ഇർഷാദ് എന്നൊക്കെ പറഞ്ഞാൽ? സന്മാർഗം, മാർഗദർശനം, നേർമാർഗം എന്നതാണ്. അതിന്റെ നേർ വിപരീതം എന്താണ്? സന്മാർഗത്തിന്റെ നേരെ വിപരീതം എന്താണ്? ദുർമാർഗം, വഴികേട് എന്നതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം, എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നതകൾ കാണാം. ഫഅലൈക്കും ബിസുന്നതി, അന്ന് നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. ഖുലഫാഉർ റാഷിദുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സച്ചരിതരായ മാർഗദർശികളായ യഥാർത്ഥ സന്മാർഗം പ്രാപിച്ച എന്റെ ഖുലഫാഉകൾ. സന്മാർഗത്തിൽ അള്ളാഹു നിന്നെ ആക്കട്ടെ എന്നാണ്. സഹോദരങ്ങളെ, അൽ ഹിദായ അല്ലെങ്കിൽ അൽ ഇർഷാദ്, അത് പണ്ഡിതന്മാർ പറഞ്ഞു രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് അറിയലാണ്, ഒരു കാര്യം ഇന്നതാണ് എന്ന് അറിയലാണ്. ഹിദായത്തു അദ്ദലാലത്തി വൽ ഇർഷാദ് എന്ന് അതിന് പറയും. അതായത് സന്മാർഗം ഇന്നതാണ് എന്ന് മനസ്സിലാക്കൽ, അത് അറിഞ്ഞിട്ടുണ്ടാകും. ഇത് ഒരു പക്ഷേ എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യം ഉണ്ടാകും. ഇന്നതാണ് സത്യം, ഇന്നതാണ് ശരി, ഇന്നതാണ് നേർമാർഗം എന്നത് അറിയാത്തവരായി ആളുകൾ ആരും ഉണ്ടാവുകയില്ല. എല്ലാവരെയും അല്ലാഹു തആല അത് അറിയിച്ചു നൽകും. എന്നാൽ രണ്ടാമതൊരു ഹിദായത്ത്, ഹിദായത്തു തൗഫീഖ്, ഹിദായത്തു അത്തൗഫീഖി വൽ ഈമാൻ. ഈ സന്മാർഗം, ഈ മാർഗദർശനം അത് സ്വീകരിക്കാനുള്ള തൗഫീഖാണ്. ഇതെല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല. എല്ലാവർക്കും കിട്ടോ? ഇല്ല. അത് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ഔദാര്യമായി അവൻ നൽകുന്നതാണ്. പറഞ്ഞു വന്നത് ഹിദായത്ത് അതല്ലെങ്കിൽ അൽ ഇർഷാദ്, സന്മാർഗം, മാർഗദർശനം, നേരായ മാർഗം എന്നത് രണ്ട് രൂപത്തിലുണ്ട് എന്ന് ഒരു ഫായിദയായി നമ്മൾ മനസ്സിലാക്കുക. ശൈഖ് പറയുന്നു, അർഷദക അല്ലാഹു ലിതാഅതിഹി, അല്ലാഹു തആല നിന്നെ സന്മാർഗികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ, അവനെ അനുസരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. പണ്ഡിതന്മാർ വിശദീകരിച്ചു, അഥവാ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കുന്ന, അതനുസരിച്ച് പ്രവർത്തിക്കുന്ന, അത് ജീവിതത്തിൽ കൃത്യമായി മുറ പോലെ പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നെ ഉൾപ്പെടുത്തട്ടെ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. ഈ പറഞ്ഞ മൂന്നും സഹോദരങ്ങളെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇതെല്ലാവർക്കും സാധിക്കുകയില്ല, എല്ലാവർക്കും സാധിക്കുകയില്ല. ഒന്നാമത്തത് എന്താണ്? അൽ ഇൽം, അറിയുക, ദലാല, അറിയുക എന്നത് നേരത്തെ പറഞ്ഞു ഒരു പക്ഷേ എല്ലാവർക്കും കിട്ടും. പക്ഷേ രണ്ടാമത് പറഞ്ഞ തൗഫീഖ്, അത് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം, അതെല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ അത് മുറുകെ പിടിച്ച അവസാനം മരണം വരെ അതിലായിക്കൊണ്ട് ജീവിക്കുക എന്നതും 100% എല്ലാവർക്കും കിട്ടുകയില്ല. ഇത് മൂന്നും ഒരുമിച്ച് എല്ലാവർക്കും കിട്ടുകയില്ല. ഇത് മൂന്നും ഒരുമിച്ച് എല്ലാവർക്കും കിട്ടുകയില്ല. അല്ലാഹു തആല അതിലേക്ക്, ഈ മൂന്നിലേക്കും നിനക്ക് മാർഗദർശനം നൽകട്ടെ എന്ന് ശൈഖ് ദുആ ചെയ്യുകയാണ്. ഈ ദുആ ആർക്ക് വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. ഈ കിതാബ് വായിക്കുന്ന ഓരോ വായനക്കാർക്കും വേണ്ടി ശൈഖ് റഹിമഹുല്ലാ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞതുപോലെ ഏതൊരു പ്രബോധകനും, ഏതൊരു അധ്യാപകനും, ഏതൊരു നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളും പാലിക്കേണ്ട മര്യാദയാണിത്. പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക്, പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക് ഈ രൂപത്തിൽ അവരോട് നസീഹത്തുള്ള, ഗുണകാംക്ഷയുള്ള ആളുകളായിരിക്കണം നമ്മൾ ഓരോരുത്തരും. അവരോട് ഗുണകാംക്ഷ ഉണ്ടായിരിക്കണം. ഒരു നന്മ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഗുണകാംക്ഷയോടുകൂടി പഠിപ്പിച്ചു കൊടുക്കണം. അവരുടെ നന്മ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കാവൂ. അവർ നന്മയിലേക്ക് എത്തണം, അവർക്കിതുകൊണ്ട് ഉപകാരപ്പെടണം എന്ന കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ കാര്യം ഇനി നമ്മിലേക്ക് ചേർത്തി പറഞ്ഞിട്ടില്ലെങ്കിലും ശരി, അയാൾ പറഞ്ഞുകൊണ്ടാണ് മറ്റോ നന്നായത് എന്ന് ആളുകൾ പറഞ്ഞിട്ടില്ലെങ്കിലും ശരി,
അല്ലെങ്കിൽ ഒരാൾ പറയാണ് നിങ്ങളത് കേട്ടിട്ടാണ് ഞാൻ നന്നായത്, നിങ്ങൾ എന്നോടത് പറഞ്ഞതുകൊണ്ട് നന്നായി എന്ന് നമ്മിലേക്ക് ചേർത്തി പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം. എങ്കിലും നമ്മുടെ മനസ്സിലുള്ള നിയത്ത് എന്തായിരിക്കണം? ആളുകൾക്ക് ഉപകാരമുണ്ടായിരിക്കണം. ഇത് പഠിച്ച് ഇൽമിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ട അദബാണിത്, മര്യാദയാണിത്. പ്രത്യേകിച്ച് നമ്മൾ ആദ്യമായി പഠിച്ച് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപക്ഷെ തെറ്റുകൾ ആദ്യം കാണുമ്പോൾ ഒരു അമർഷവും വല്ലാത്ത ദേഷ്യവും ഒക്കെ ഉണ്ടാകും. അത് അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യാൻ ഒരു പ്രബോധകൻ എങ്ങനെയായിരിക്കണം എന്ന മര്യാദയൊക്കെ ഷെയ്ഖിന്റെ റിസാലകളിൽ ഇതുപോലെയുള്ള കിതാബുകളിൽ ഉള്ള ഗുണപാഠങ്ങളാണ്. ഉലമാക്കൾ അത് വിശദീകരിച്ചതായി നമുക്ക് കാണാം. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. യഅലം അർശദകല്ലാഹു ലിതാഅതിഹി. ഈ ഇബാറത്ത് ഇങ്ങനെ ആവർത്തിച്ച് വായിച്ചാൽ ഷെയ്ഖിന്റെ മത്തിൻ അതിങ്ങനെ ആവർത്തിച്ച് വായിക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്താണ്? വായിക്കുന്നതിന്റെ കൂടെ നമുക്ക് ഹിഫ്ളാവും, അതിങ്ങനെ മനപ്പാടാവും ഇൻഷാ അല്ലാഹ്. യഅലം അർശദകല്ലാഹു ലിതാഅതിഹി. യഅലം, നീ അറിയുക, അല്ലാഹു തആല അവനെ അനുസരിക്കാൻ നിനക്ക് സന്മാർഗം മാർഗദർശനം നൽകുമാറാവട്ടെ. എന്നിട്ട് ശൈഖ് റഹിമഹുല്ലാ അദ്ദേഹം വിഷയത്തിലേക്ക് കടക്കാൻ. അന്നൽ ഹനീഫിയ്യത മില്ലത ഇബ്രാഹിം. തീർച്ചയായും അൽ ഹനീഫിയ്യ അഥവാ നേരായ വക്രതയില്ലാത്ത ഷിർക്കിൽ നിന്ന് പരിപൂർണമായി തൗഹീദിലേക്ക് ചാഞ്ഞ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദർശം എന്നാൽ അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി ഇബാദത്തിന്റെ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കിക്കൊണ്ട് അവന് സമർപ്പിക്കലാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദർശം. അതാണ് അൽ ഹനീഫിയ്യ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദർശം ഏതാണത്? പരിശുദ്ധ ഇസ്ലാമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ആ ആദർശം ചേർത്തി പറയാനുള്ള കാരണം എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല എടുത്തു പറഞ്ഞതാണത്. അള്ളാഹുവിന്റെ കിതാബിൽ അള്ളാഹു എടുത്തു പറഞ്ഞതാണെന്ത്? ഇബ്രാഹിമി മില്ലത്ത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ചതാണ്. ആ ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരാനാണ് ആരോട് അള്ളാഹു കൽപ്പിച്ചത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചത്. അള്ളാഹു പറഞ്ഞു, സൂറത്തു നഹ്ലിൽ നമുക്ക് കാണാം, സുമ്മ ഔഹൈനാ ഇലൈക, ഓ നബിയെ ശേഷം താങ്കൾക്കിതാ നാം വഹി നൽകുന്നു. എന്താണ് ആ വഹി? അനിത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫ. ഹനീഫായ അഥവാ ഒരു വക്രതയുമില്ലാത്ത ഒരു വളവുമില്ലാത്ത ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദർശം അങ്ങ് പിന്തുടരുക. വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ അഥവാ ബഹുദൈവ വിശ്വാസികളിൽ ഉൾപ്പെട്ട ആളല്ല. ഇപ്പൊ ഇബ്രാഹിമി മില്ലത്ത് അതാണ് നമ്മുടെ വിഷയം, തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കൽ. അത് ശൈഖോട് വിശദീകരിക്കുകയാണ്. അൽ ഹനീഫിയ എന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദർശം, മില്ലത്ത് എന്ന് പറഞ്ഞാൽ ആദർശം, ദീൻ. എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ ആദർശം? അൻ തഅബുദല്ലാഹ, അൻ തഅബുദല്ലാഹ, അള്ളാഹുവിനെ ആരാധിക്കലാണ്. വഹ്ദഹു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ്. എങ്ങനെ ആരാധിക്കണം? മുഖ്ലിസൻ ലഹുദ്ദീൻ, മുഖ്ലിസൻ ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായിക്കൊണ്ട്. ഇബാദത്തുകൾ എന്തൊക്കെ ഉണ്ടോ, ഇബാദത്തായി പഠിപ്പിക്കപ്പെട്ട ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ് ഇബ്രാഹിമി മില്ലത്ത്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അള്ളാഹു തആല കൽപ്പിച്ചത് റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. ആ ആദർശം ഉറക്കെ പ്രഖ്യാപിച്ച നമ്മുടെ ആദർശ പിതാവാണ് ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം.
ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ചേർത്തി പറയുന്ന പല ആളുകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് യഹൂദികൾ പറഞ്ഞു ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മുടെ ആളാണ്. നസാറാക്കൾ പറഞ്ഞു ഇബ്രാഹിം നമ്മുടെ ആളാണ്. മക്കയിലെ മുശ്രിക്കുകളും പറഞ്ഞു ഇബ്രാഹിം നമ്മുടെ ആളാണ്. യഥാർത്ഥത്തിൽ ആരുടെ ആളാണ്? അള്ളാഹു പറഞ്ഞു മാ കാന ഇബ്രാഹിം യഹൂദിയൻ വലാ നസ്രാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം യഹൂദിയല്ല, യഹൂദികളിൽ പെട്ട ആളല്ല, നസാറാക്കളുടെ കൂട്ടത്തിലും പെട്ട ആളല്ല, മറിച്ച് ഹനീഫൻ മുസ്ലിമൻ. അൽ ഹനീഫ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ, ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞു അൽ ഹനഫ് എന്ന് പറഞ്ഞാൽ കാലിന് മുടന്തുള്ള ആളുകൾക്ക് എന്തു പറയും? അൽ ഹനീഫ് എന്ന് പറയും. കാലിന് മുടന്തുള്ള ആൾക്ക് ഹനീഫ് എന്ന് പറയും. എന്താണ് കാലിന് മുടന്തുണ്ടായാലുള്ള പ്രത്യേകത? ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടായിരിക്കും, ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടായിരിക്കും. എന്തിനാണ് ഈ വാക്ക് അല്ലാഹു തആല പ്രയോഗിച്ചത്? ഷിർക്ക് എന്ന അല്ലാഹു വെറുക്കുന്ന അങ്ങേയറ്റത്തെ കടുത്ത അപരാധമായ പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപമായ ആ ഗുരുതരമായ അപകടത്തിൽ നിന്നും പരിപൂർണമായി ഒരു മുടന്തുള്ള ആൾ ചെരിഞ്ഞതുപോലെ, ചാഞ്ഞതുപോലെ തൗഹീദിലേക്ക് ചാഞ്ഞ വ്യക്തിത്വമാണ് ആര്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹനീഫൻ മുസ്ലിമൻ, ഋജുമാനസൻ എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. അഥവാ മനസ്സിൽ, ഹൃദയത്തിൽ ഷിർക്കിന്റെ ഒരു ലാഞ്ചനയില്ലാത്ത, ബഹുദൈവ വിശ്വാസത്തിന്റെ ഒരു കറ പോലുമില്ലാത്ത, വക്രതയില്ലാത്ത, വളവില്ലാത്ത ശരിയായ ഹൃദയത്തിന്റെ ഉടമ, അള്ളാഹുവിന് കീഴ്പ്പെട്ട വ്യക്തിത്വം. അതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. വമാ കാന മിനൽ മുശ്രിക്കീൻ. മുശ്രിക്കുകൾ അവകാശപ്പെടുന്നത് പോലെ അദ്ദേഹം അവരുടെ ആളും അല്ല. അല്ലാഹു തആല ഈ ആയത്തിൽ 3 വിഭാഗം ആളുകൾക്ക് മറുപടി പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളാണ് എന്ന് സ്ഥാപിച്ചു. കാരണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ഷിർക്കിൽ നിന്ന് പരിപൂർണമായി തൗഹീദിലേക്ക് ചായണം എന്ന് പഠിപ്പിക്കാനാണ് ആര് വന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞതിന്റെ ചുരുക്കം സഹോദരങ്ങളെ, അന്നൽ ഹനീഫിയ്യ, അൽ ഹനീഫിയ്യ എന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത്, ആദർശം എന്താണത്? ഇബ്രാഹിമി മില്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഒരാൾ ചോദിച്ചാൽ എന്താണ് നമ്മൾ അതിന് ഉത്തരം പറയാ? എന്താണ് ഉത്തരം പറയാ? അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീന. അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീന. ഇബാദത്തുകൾ മുഴുവനും ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി ഏകനായ അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് അവനെ ആരാധിക്കലാണ് ഇബ്രാഹിമി മില്ലത്ത്. അർത്ഥം നിങ്ങൾ കുറച്ച് മിനിറ്റ് എഴുതി വെച്ചാൽ മതി. ഇപ്പോൾ ഒറ്റയടിക്ക് പറയുമ്പോൾ സ്പീഡിൽ എഴുതി വെക്കാൻ പറ്റൂല. കുറച്ച് മിനിറ്റ് പറഞ്ഞു പിന്നെ പറഞ്ഞു. അപ്പൊ ഇതാണ് ഇബ്രാഹിമി മില്ലത്ത്. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം നേരെ വിഷയത്തിലേക്ക് വരികയാണ്. അഥവാ തൗഹീദ് എന്താണ് എന്ന് പഠിപ്പിക്കാനാണ് അദ്ദേഹം ഈ കിതാബ്, ഈ കൃതി രചിച്ചിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് അദ്ദേഹം ശ്രദ്ധ ക്ഷണിക്കുകയാണ്. യഅലം അർശദകല്ലാഹു ലിതഅതിഹി അന്നൽ ഹനീഫിയ്യത മില്ലത ഇബ്രാഹീമ അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നു വബിദാലിക അമറല്ലാഹു ജമീഅൻ നാസി വഖലഖഹും ലഹാ. വബിദാലിക, അതുകൊണ്ടാണ്, ഏതുകൊണ്ട് ഇബ്രാഹിമി മില്ലത്ത് എന്ന ഹനീഫായ ഈ ആദർശം കൊണ്ടാണ് അമറല്ലാഹു, അല്ലാഹു കൽപ്പിച്ചത്, ജമീഅൻ നാസി, ജനങ്ങളോട് മുഴുവനും. എങ്ങനെയാണ് അതിന്റെ മുഴുവൻ അർത്ഥം പറയാ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത് പിൻപറ്റണം, പിന്തുടരണം എന്നാണ് മുഴുവൻ ജനങ്ങളോടും അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളത്. വഖലഖഹും ലഹാ, വഖലഖഹും ലഹാ, അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു തആല അവരെ സൃഷ്ടിച്ചതും. 2 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. എന്തൊക്കെയാണ് 2 കാര്യങ്ങൾ? അല്ലാഹു തആല സർവ്വ ജനങ്ങളോടും കൽപ്പിച്ചത് എന്താണ്? ഈ ആദർശം, ഇബ്രാഹിമി മില്ലത്ത്, ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്നത് പിൻപറ്റണം, സ്വീകരിക്കണം.
അല്ലാഹു തആല അവരെ മുഴുവൻ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയിട്ടാണ്, അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. തൗഹീദ് എന്ന ഏകനായ ഇലാഹിനെ ആരാധിക്കുക എന്നത് സ്വീകരിക്കലാണ് നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം. ഇത് നമ്മൾ വെറുതെ പറഞ്ഞാണോ? അല്ല, അള്ളാഹു പറഞ്ഞതാണ്. കമാ ഖാല തആല. ശൈഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അദ്ദേഹം ഒരു വിഷയം പറഞ്ഞാൽ അതിന് അള്ളാഹു തആല പറഞ്ഞു, അതല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് തെളിവ് പറയും. കമാ ഖാല തആല, അള്ളാഹു തആല പറഞ്ഞതുപോലെ. എന്താണ് അള്ളാഹു പറഞ്ഞത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗങ്ങളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. അല്ലാഹു തആല നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് സഹോദരങ്ങളെ എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളായി തീരുവാൻ വേണ്ടിയാണ്. ഇതാണ് ആ ഭാഗത്ത് ശൈഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ കിതാബിൽ സൂറത്തു ദാരിയാത്തിൽ പറഞ്ഞ ആയത്താണ് നമ്മളിപ്പോൾ കേട്ടത്. ഇത് എന്തിനുള്ള തെളിവാണ്? നമ്മുടെ സൃഷ്ടിപ്പിനുള്ള തെളിവാണ്. എന്തിനാണ് അള്ളാഹു നമ്മെ പഠിച്ചതെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? നേരത്തെ പറഞ്ഞ ഇബ്രാഹിമി മില്ലത്ത് സ്വീകരിക്കാനാണ്. എന്താണ് ഇബ്രാഹിമി മില്ലത്ത്? അള്ളാഹുവിനെ മാത്രം നിഷ്കളങ്കമായി ഇഖ്ലാസോടുകൂടി ആരാധിക്കലാണ്. ഇനി നമുക്ക് അവിടെ ഒരു സംശയം ഉണ്ടാവും, എന്താണ് ഇഖ്ലാസ്? എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത്വം എന്ന് മലയാളത്തിൽ നമ്മൾ അർത്ഥം പറയാറുണ്ട്, അഥവാ ഒരു കളങ്കവുമില്ലാത്ത അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹൽ എന്ന സൂറത്തിലൂടെ അല്ലാഹു തആല കന്നുകാലികളെ കുറിച്ച് പറഞ്ഞു. വഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റ വഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റതൻ. തീർച്ചയായും കന്നുകാലികളിൽ നിങ്ങൾക്ക് മഹത്തായ ഗുണപാഠമുണ്ട്, ഇബ്റത്തുണ്ട്. എന്താണത്? നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശാരിബീൻ. ആ കന്നുകാലികളുടെ വയറുകളിൽ നിന്ന്, ഉദരങ്ങളിൽ നിന്ന്, അതിന്റെ കാഷ്ടത്തിന്റെയും അഥവാ ചാണകത്തിന്റെയും രക്തത്തിന്റെയും ഇടയിൽ നിന്നതാ കുടിക്കുവാനായി സുഗതമായ പാൽ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകുന്നു. ഇഖ്ലാസ് എന്താണെന്ന് തിരിച്ചറിയാനുള്ള മഹത്തായ ഒരു ആയത്താണിത്. ആയത്തിൽ പറഞ്ഞത് കന്നുകാലികളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കന്നുകാലികൾ പാല് തരുന്നു. അല്ലാഹു തആല കന്നുകാലികളിലൂടെ നമുക്ക് കുടിക്കാനായി നല്ല സുഗതമായ, രുചികരമായ, ആസ്വാദകരമായ പാൽ നമുക്ക് നൽകുന്നു, നമ്മെ കുടിപ്പിക്കുന്നു. ഇതെങ്ങനെയാണ് ഇഖ്ലാസിന് തെളിവാവുക? അല്ലാഹു തആല പറഞ്ഞ ആ പ്രയോഗമാണ്. എന്താണ് ആ പ്രയോഗം? അല്ലാഹു പറഞ്ഞു മിൻ ബൈനി ഫർസിൻ വദമിൻ. കന്നുകാലികളുടെ ഉദരങ്ങളിൽ മൊത്തം പാലാണോ? നിറച്ചു പാലാണോ? അല്ല, അതിന്റെ ഉദരങ്ങളിൽ അതിന്റെ കാഷ്ടമുണ്ട്, അതിന്റെ രക്തമുണ്ട്. അതിനിടയിലൂടെയാണ് അല്ലാഹു തആല സംശുദ്ധമായ, എന്താണ് അതിന്റെ നിറം? തൂവെള്ളയാണ് പാൽ നമുക്ക് നൽകുന്നത്. അതിൽ കാഷ്ടത്തിന്റെ ഒരു തുള്ളി ഇല്ല, രക്തത്തിന്റെ ഒരു തുള്ളി ഇല്ല. ഇങ്ങനെ നിഷ്കളങ്കമായ പാൽ അല്ലാഹു തആല നമുക്ക് കുടിക്കാൻ തരുന്നു. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ഇഖ്ലാസ്. നമ്മുടെ മനസ്സ് ഇതുപോലെ ആയിരിക്കണം. എല്ലാവിധ മ്ലേച്ഛതകളിൽ നിന്നും വൃത്തിയായിരിക്കണം. പാല് പോലെ വെണ്മയാർന്ന സംശുദ്ധമായിരിക്കണം. ഇഖ്ലാസ് തിരിച്ചറിയാൻ ഉലമാക്കൾ പറഞ്ഞ ആയത്താണിത്. സൂറത്തുൻ നഹ്ലിലെ 66-ാമത്തെ ആയത്ത്. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം അല്ലാഹു തആലക്ക് നമ്മൾ ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യേണ്ടത്. അത് അല്ലാഹു നമ്മോട് കൽപ്പിച്ച കാര്യമാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ആരാധനാ കർമ്മങ്ങൾ, ഇബാദത്തുകൾ. അത് ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി ചെയ്തുകൊണ്ട് റബ്ബിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. നമ്മളെല്ലാവരും
കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, ഇഖ്ലാസുള്ള അമൽ മാത്രമേ അള്ളാഹുവിന് വേണ്ടതുള്ളൂ. നമ്മുടെ അമലുകളിൽ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയാൽ അള്ളാഹു തആല അത് സ്വീകരിക്കുകയില്ല. അതിന് സുത്യർഹമായ പര്യവസാനം നമുക്ക് കിട്ടുകയില്ല ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയാൽ. ഖുദ്സിയായ ഒരു ഹദീസിൽ അഥവാ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ച മഹത്തായ ഒരു ഹദീസുണ്ട്. ഖാല അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, അന അഗ്ന ശുറകാഇ അനി ശിർക്കി, ഷിർക്ക് ചെയ്യുന്ന അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന എല്ലാവരുടെയും ഷിർക്കിൽ നിന്നും ഞാൻ ധന്യനാണ്. ആരൊക്കെ എന്നിൽ പങ്കുചേർക്കുന്നുവോ, ഷിർക്ക് ചെയ്യുന്നുവോ, അവരുടെ പങ്കുചേർക്കലുകളിൽ നിന്ന്, ഷിർക്കിൽ നിന്ന് ഞാൻ ധന്യനാണ്. മൻ അമില അമലൻ, ആരാണോ ഒരു പ്രവർത്തനം പ്രവർത്തിച്ചത്, അശ്റക ഫീഹി മഅയ ഗൈരി, അവൻ ആ പ്രവർത്തിച്ച പ്രവർത്തനത്തിൽ എന്നിൽ പങ്കുചേർത്തിരിക്കുന്നു. അഥവാ ഷിർക്ക് വെച്ചുകൊണ്ടാണ് ഒരാൾ ഒരു അമൽ ചെയ്തത് എന്ന് വിചാരിക്കുക. അള്ളാഹു പറയുന്നു, തറക്തുഹു വശിർക്കഹു, അവനെയും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, അവൻ ചെയ്ത ഷിർക്കിനെയും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. അള്ളാഹു തആലക്ക് ഇഖ്ലാസ് ഇല്ലാത്ത ഒരു അമലും ഒരു പ്രവൃത്തിയും വേണ്ടതില്ല. സഹോദരങ്ങളെ, ഇത് ഗൗരവമാണ്. നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതായിരിക്കും, ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കണം, ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കണം. ഇഖ്ലാസ് എന്നത്, നമ്മുടെ നിയ്യത്ത് എന്നത് എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ചില സലഫുകൾ, മുൻഗാമികൾ, താബിഈങ്ങളിൽപ്പെട്ട പ്രമുഖരായ ആളുകൾ പറഞ്ഞ വാക്കുകളുണ്ട്. നിയ്യത്തിനെ ചികിത്സിച്ചതുപോലെ മറ്റൊന്നിനെയും ഞാൻ ചികിത്സിച്ചിട്ടില്ല. നമ്മുടെ ഇഖ്ലാസ്, നമ്മുടെ നിയ്യത്ത് എന്നത് എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഏറ്റവും ചെറിയ ഒരു ഉദാഹരണമാണ്, ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. ആരെങ്കിലും അയാളെ നോക്കിയാൽ അല്ലെങ്കിൽ അയാളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നു എന്ന് കണ്ടാൽ, നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒരാൾ നമ്മെ ശ്രദ്ധിക്കുന്നു എന്ന് നമുക്ക് തോന്നിയാൽ ഒരുപക്ഷെ നമ്മുടെ നിസ്കാരം നമ്മൾ ഭംഗി കൂട്ടും, ഒന്നുകൂടി ശരിയാക്കും. ഒരു അയഞ്ഞ നിസ്കാരാണെങ്കിൽ ഒന്നുകൂടി നേരെയാവാൻ ശ്രദ്ധിക്കുക. അത് ഇഖ്ലാസിനെ തകർക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുകയാണ്, ആളുകൾ ഉണ്ടല്ലോ എന്ന് കരുതി അതിനെ ഭംഗി കൂട്ടിയാൽ അത് ഇഖ്ലാസിനെ തകർക്കുന്ന കാര്യമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മിലേക്ക് ഈ പറഞ്ഞ കാര്യം കടന്നു വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇഖ്ലാസ് അതിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നമുക്ക് അതിൽ ഗൗരവം ഉണ്ടാവുകയില്ല. എന്തപ്പോ എന്റെ ഇഖ്ലാസൊക്കെ മാറുമോ എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഏറ്റവും നന്നായി ഇഖ്ലാസോടുകൂടി അമൽ ചെയ്ത, അള്ളാഹുവിനെ നന്നായി സൂക്ഷിച്ച നമ്മുടെ നല്ലവരായ മുൻഗാമികൾ ഭയന്നിട്ടുണ്ട്, അവർ പേടിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പറയേണ്ടതുണ്ടോ? ഇല്ല, നമ്മുടെ കാര്യം പറയേണ്ടതില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് എന്നോടെന്നതുപോലെ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു തആല പറഞ്ഞ ആയത്ത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇല്ലാ ലിയഅ്ബുദൂൻ എന്നതിനെ മുഫസ്സിറുകൾ വിശദീകരിച്ചു, അഥവാ സഹാബത്തിൽ നിന്നും വിശദീകരണം വന്നതായി കാണാം. ഇല്ലാ ലിയുവഹിദൂൻ, അള്ളാഹുവിനെ ഏകനാക്കാൻ വേണ്ടിയല്ലാതെ. അള്ളാഹുവിനെ ആരാധിക്കുന്ന അനേകം ആളുകളുണ്ട്, പക്ഷെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർ കുറവാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർ കുറവാണ്. അതാണ് അല്ലാഹു തആല സൂറത്തു യൂസുഫിൽ പറഞ്ഞത്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അല്ലാഹു തആല പറഞ്ഞു, അവർ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. നോക്കൂ, അള്ളാഹുവിൽ അധികം ആളും വിശ്വസിക്കുന്നത് ശിർക്ക് വെച്ചുകൊണ്ടാണ്. അപ്പൊ ശിർക്ക് വെക്കാതെ അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് റബ്ബിനെ മാത്രം ആരാധിക്കുക എന്നതാണ് അള്ളാഹു നമ്മോട്
കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ഷൈഅൻ എന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്ത് നമുക്ക് കാണാം. അതിനെ സഹാബത്ത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം വിശദീകരിച്ചതായി കാണാം. ഐ വഹിദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഏകനാക്കുക, റബ്ബിനെ അല്ലാതെ ഒരാളെയും നിങ്ങൾ ആരാധിക്കരുത്, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ഒരാളെയും നിങ്ങൾ കൂട്ടിച്ചേർക്കരുത്. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഫഇദാ അറഫ്ത അന്നല്ലാഹ ഖലഖക ലിഇബാദതിഹി. മേലെ വായിച്ച ഇബാറത്തുകളിൽ നിന്ന്, വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ്? അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. ഷെയ്ഖ് പറയുന്നു, ഫഇദാ അറഫ്ത, മേലെ വായിച്ച ആയത്തിൽ നിന്ന് നിനക്ക് മനസ്സിലായാൽ, അന്നല്ലാഹ ഖലഖക ലിഇബാദതിഹി, അല്ലാഹു തആല അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് നിന്നെ സൃഷ്ടിച്ചത് എന്ന് നിനക്ക് മനസ്സിലായാൽ, എന്ന് നീ തിരിച്ചറിഞ്ഞാൽ, ഫഅലം, നീ അറിഞ്ഞുകൊള്ളുക, അന്നൽ ഇബാദത, തീർച്ചയായും ഒരു ഇബാദത്ത്, ഒരു ആരാധന, ലാ തുസമ്മ ഇബാദതൻ, ആ ആരാധനയെ ഇബാദത്ത് എന്ന് വിളിക്കപ്പെടുകയില്ല, ഇല്ലാ മഅ തൗഹീദ്, തൗഹീദ് ഉണ്ടെങ്കിലല്ലാതെ. പറഞ്ഞു മനസ്സിലായോ? അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. എങ്കിൽ നീ തിരിച്ചറിയുക, നീ ചെയ്യുന്ന ഒരു ഇബാദത്ത്, ഉദാഹരണത്തിന് നീ നിസ്കരിക്കുന്നു, നമ്മൾ നിസ്കരിക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മുടെ നിസ്കാരം നിസ്കാരമായി പരിഗണിക്കപ്പെടുകയില്ല ഏതുവരെ? തൗഹീദ് സ്വീകരിച്ചാലല്ലാതെ. ഒരാൾ തൗഹീദോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ അയാളുടെ സൽക്കർമ്മങ്ങളെ സൽക്കർമ്മങ്ങൾ എന്ന് വിളിക്കപ്പെടുകയുള്ളൂ. ഷെയ്ഖ് ശേഷം പറയുന്ന ഉദാഹരണം കൂടി വായിച്ചാൽ അത് വ്യക്തമാകും. കമാ, ഏതുപോലെ, അന്ന സ്വലാത്ത, തീർച്ചയായും നിസ്കാരം, ലാ തുസമ്മ സ്വലാത്തൻ ഇല്ലാ മഅ തഹാറ, ഒരാൾ നിസ്കരിച്ചു, ഒരു നിസ്കാരത്തെ നിസ്കാരമെന്ന് വിളിക്കപ്പെടുകയില്ല ഏതുവരെ? ശുദ്ധിയോടുകൂടി നിസ്കരിച്ചാലല്ലാതെ. ഒരാൾ വുദു എടുക്കാതെ നിസ്കരിച്ചു. സഹോദരങ്ങളെ, ഒരാൾ നിസ്കരിച്ചു എന്ന് വിചാരിക്കുക. ഒരാൾ നിസ്കരിച്ചു, നിസ്കാരത്തിൽ തക്ബീറുണ്ട്, പ്രാരംഭ പ്രാർത്ഥനയുണ്ട്, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു, സൂറത്ത് പാരായണം ചെയ്തു, റുകൂഅ് ചെയ്തു, ഇഅ്തിദാൽ ചെയ്തു, സുജൂദ് ചെയ്തു. നിസ്കാരത്തിലെ എല്ലാ കർമ്മങ്ങളും ഒരാൾ കൃത്യമായി ചെയ്തു. പക്ഷേ അയാൾ നിസ്കരിച്ചത് തഹാറത്തില്ലാതെയാണ്, അയാൾ ശുദ്ധിയില്ലാതെ, വുദു ഇല്ലാതെയാണ് നിസ്കരിച്ചത് എങ്കിൽ നമ്മൾ എന്തു പറയും? നീ നിസ്കരിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ അയാൾ നിസ്കരിച്ചോ? നിസ്കരിച്ചു, പക്ഷേ നിസ്കരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ടതാണ് എന്ത്? വുദു എന്നത്. ആ വുദു ഇല്ലാതെ, ത്വഹാറത്തില്ലാതെ നിസ്കാരമില്ല എന്നതുപോലെയാണ് സഹോദരങ്ങളെ തൗഹീദില്ലാതെ ഒരു ഇബാദത്തിനെ ഇബാദത്ത് എന്ന് വിളിക്കപ്പെടുകയില്ല. ഒരാൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു, ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു, നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, സദഖകൾ കൊടുക്കുന്നു, ഒരുപാട് സൽക്കർമ്മങ്ങൾ ഒരാൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അയാൾ ശിർക്ക് ചെയ്യുന്നു. എങ്കിൽ അയാൾ ചെയ്തതൊന്നും എന്തല്ല? ഇബാദത്തല്ല. യഥാർത്ഥത്തിൽ അയാൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അയാൾ ചെയ്തതിനെ ഇബാദത്ത് എന്ന് വിളിക്കപ്പെടുകയില്ല. എന്താണ് അതിനുള്ള തെളിവ്? അല്ലാഹു തആല പറഞ്ഞ ആയത്താണ്. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പറഞ്ഞു, മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികൾ, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർ, സത്യനിഷേധികൾ, അവരെക്കുറിച്ച് വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ, വഖദിംനാ നാം കൊണ്ടുവരും, ഇലാ മാ അമിലൂ മിൻ അമലിൻ അവർ പ്രവർത്തിച്ച കർമ്മങ്ങൾ,
അള്ളാഹുവിനെ നിഷേധിച്ച, അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ച ആളുകളുടെ കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ നാം പരലോകത്ത് കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനൊക്കെ പ്രതിഫലം കൊടുക്കുമെന്നാണോ? അല്ല. ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. അവർ ചെയ്ത കർമ്മങ്ങളെ മുഴുവനും ചിതറിയ ധൂളികൾ പോലെയാക്കി മാറ്റും. എന്താണ് ചിതറിയ ധൂളികൾ എന്ന് പറഞ്ഞാൽ? ഒരു സാഹിത്യ പ്രയോഗമാണ്. ചിതറിയ ധൂളികൾ എന്നത് മനസ്സിലാവണമെങ്കിൽ നല്ല വെളിച്ചമുള്ള ഒരു ലൈറ്റിലേക്ക്, അതല്ലെങ്കിൽ പകൽ സമയത്ത് വെയിൽ അടിക്കുമ്പോൾ അതിന് നേർക്ക് നമ്മൾ നോക്കിയാൽ ഒരുപാട് പൊടിപടലങ്ങൾ കാണാം, നേരിയ പൊടിപടലങ്ങൾ. അതുപോലെ അല്ലാഹു തആല മുശ്രിക്കുകളുടെ കർമ്മങ്ങളാക്കി തീർക്കും. എന്താണ് അതിന്റെ അർത്ഥം? ആ ചിതറിയ ധൂളികൾ കൊണ്ട്, ആ പാറിപ്പറക്കുന്ന പൊടികൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്തെങ്കിലും ഉപകാരമുണ്ടോ? എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവില്ല. ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. ഒന്നല്ലെങ്കിൽ അത് എടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ പിടിക്കാൻ പറ്റണം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരത്തിന് അത് ആർക്കെങ്കിലും തിന്നാൻ കൊടുക്കണം, അത് പറ്റൂല. വേറെന്തെങ്കിലും ഉപകാരത്തിന് കൊടുക്കണം, ഒന്നിനും പറ്റൂല. എന്നതുപോലെയാണ് സഹോദരങ്ങളെ, ഒരാൾ ശിർക്ക് ചെയ്താൽ അയാളുടെ കർമ്മങ്ങൾ അയാൾക്ക് ഒരു നിലക്കും ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ടാണ് തൗഹീദില്ലാതെ ഒരാൾ ഇബാദത്ത് ചെയ്താൽ ആ ഇബാദത്തിനെ ഇബാദത്ത് എന്ന് വിളിക്കപ്പെടുകയില്ല എന്ന് ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായോ? ശൈഖ് പറയുന്നു, ഫഇദാ ദഖല അശ്ശിർകു ഫിൽ ഇബാദതി ഫസദത്. ഒരു ഇബാദത്തിൽ ശിർക്ക് പ്രവേശിച്ചാൽ, ശിർക്ക് കലർന്നാൽ, ഫസദത്, ആ ഇബാദത്ത് പൊളിഞ്ഞുപോയി, ആ ഇബാദത്ത് നശിച്ചുപോയി, നാശമായി പോയി. കൽ ഹദസി ഇദാ ദഖല ഫി ത്വഹാറതി. ശുദ്ധിയായ ഒരാൾക്ക് അശുദ്ധി ഉണ്ടായതുപോലെ. ഒരാൾ ശുദ്ധിയായി, ഒരാൾ വുദു എടുത്തു എന്ന് വിചാരിക്കുക, എന്നിട്ട് പിന്നീട് അയാൾക്ക് അശുദ്ധി സംഭവിച്ചു, അയാൾക്ക് വുദു മുറിയുന്ന വല്ലതും അയാളിലുണ്ടായാൽ അതുപോലെയാണ് ഇബാദത്തിൽ ശിർക്ക് കടന്നുകൂടിയാൽ. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായ ഉദാഹരണമാണ്. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞു, ഇബാദത്തിൽ ശിർക്ക് കലരുക എന്നത് ഭക്ഷണത്തിൽ വിഷം കലരുന്നത് പോലെയാണ്. ഭക്ഷണത്തിൽ വിഷം കലരുന്നത് പോലെയാണ്. ഭക്ഷണത്തിൽ വിഷം കലർന്നാൽ എന്താ സംഭവിക്കുക? ആ ഭക്ഷണം പിന്നെ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുമോ? തിന്നാൻ പറ്റുമോ? കുടിക്കാൻ പറ്റുമോ? ഇല്ല. നല്ല ശുദ്ധമായ തേൻ, അതല്ലെങ്കിൽ നല്ല പാൽ, നല്ല പാനീയം, അതിൽ ഒരാൾ വിഷം കലർത്തി എന്ന് വിചാരിക്കുക, ഒരു തുള്ളിയാണ് വീണത് എന്ന് വിചാരിക്കുക, ഉപകാരപ്പെടുമോ? കുടിക്കാൻ പറ്റുമോ? ഇല്ല. എന്നതുപോലെ, അതല്ലെങ്കിൽ എന്നതിനേക്കാൾ അപകടകരമാണെന്ത്? ഇബാദത്തിൽ ശിർക്ക് കലരുക എന്നത്. ശൈഖ് പറയുന്നു, ഫൈദാ അറഫ്ത. ഇപ്പൊ പറഞ്ഞത് നിനക്ക് മനസ്സിലായാൽ. എന്താണ് ഇപ്പൊ പറഞ്ഞത്? അള്ളാഹു നിന്നെ പടച്ചത് റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇബാദത്ത് ഇബാദത്ത് എന്ന് വിളിക്കപ്പെടുകയില്ല. ഏതുവരെ? തൗഹീദോടുകൂടി നീ അത് ചെയ്യുന്നത് വരെ. എന്നിട്ട് അതിന് അദ്ദേഹം ഉദാഹരണവും പറഞ്ഞു. ഫൈദാ അറഫ്ത, നീ അത് തിരിച്ചറിഞ്ഞാൽ, അന്ന ശിർക ഇദാ ഖാലതൽ ഇബാദ, ഇബാദത്തിൽ ശിർക്ക് കലർന്നാൽ, തീർച്ചയായും ഇബാദത്തിൽ ശിർക്ക് കലർന്നാൽ, അഫ്സദഹ, നിന്റെ ഇബാദത്ത് പൊളിഞ്ഞു പോകും, നിന്റെ ഇബാദത്ത് തകർന്നു പോകും. വഅഹ്ബതൽ അമൽ, നിന്റെ അമലുകൾ പൊളിഞ്ഞു പോവുകയും ചെയ്യും. വസാറ സാഹിബുഹു മിനൽ ഖാലിദീന ഫിന്നാർ, അങ്ങനെ ശിർക്ക് ചെയ്ത, അമലുകൾ നശിച്ചുപോയ, കർമ്മങ്ങൾ പൊളിഞ്ഞുപോയ ആളുകൾ നരകത്തിൽ ശാശ്വതനായി ചെന്നു പതിക്കുകയും ചെയ്യും. എവിടുന്നാണ് ഇത് തെളിവൂട്ടിയത്? ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആയത്ത്? സൂറത്തു അസ്സുമറിൽ അല്ലാഹു തആല പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക, ഓ നബിയെ,
താങ്കൾക്ക് നാം ഇതാ വഹി നൽകുന്നു. വ ഇലല്ലദീന മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്ക് നൽകിയതുപോലെ, അഥവാ നബിയെ എല്ലാവർക്കും ഈ വഹി, ഈ സന്ദേശം ഞാൻ നൽകിയിട്ടുണ്ട്. എന്താണത്? ലഇൻ അശ്റക്ത, ഓ നബിയെ താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ, ലയഹ്ബതന്ന അമലുക, താങ്കളുടെ അമലുകൾ പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ നഷ്ടക്കാരുടെ അഥവാ നരകക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുക തന്നെ ചെയ്യും. അല്ലാഹു ഉറപ്പിച്ചുകൊണ്ട് പറയുകയാണ്. ലയഹ്ബതന്ന, ആ ശദ്ദുള്ള ന്യൂന് എന്തിനുള്ളതാ? ഉറപ്പായിട്ടും പൊളിഞ്ഞു പോകും, ഒരു സംശയവും വേണ്ടതില്ല എന്ന് പറയാനാണ്. വലതകൂനന്ന, ആയി തീരുക തന്നെ ചെയ്യും, ഒരു സംശയവും അതിൽ വേണ്ടതില്ല. മിനൽ ഖാസിരീൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ. അഥവാ പരലോകത്ത് ഒരാൾക്ക് നഷ്ടം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ നരകത്തിൽ പോവുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ സഹോദരങ്ങളെ, ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, നിനക്ക് മനസ്സിലായാൽ ഇബാദത്തിൽ ശിർക്ക് കലർന്നാൽ ആ ഇബാദത്ത് തകർന്നു പോവുകയും അതോടെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോവുകയും അതിന്റെ ആൾ നരകത്തിൽ ശാശ്വതനായി നിത്യവാസിയായി ചെന്നു പതിക്കുകയും ചെയ്യും എന്ന് നീ തിരിച്ചറിഞ്ഞാൽ, അറഫ്ത, നീ പഠിക്കുക, നീ മനസ്സിലാക്കുക, അന്ന അഹമ്മ മാ അലൈക മഅരിഫതു ദാലിക്, പിന്നെ നിന്റെ മേൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്തെന്നാൽ നീ അതിനെക്കുറിച്ച് പഠിക്കണം. നീ എന്താണ് തൗഹീദ് എന്ന്, എന്താണ് ശിർക്കെന്ന് പഠിക്കൽ നിന്റെ മേൽ നിർബന്ധമാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഇത് പറയാനുള്ള കാരണം? പഠിക്കണം. പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് ചിന്ത ഉണ്ടാവുകയുള്ളൂ. ശിർക്കിനെ കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായ വാക്ക് നമുക്ക് കാണാം. തുൻഖദു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ്യ. ഇസ്ലാമിൽ ജാഹിലിയ്യത്ത് എന്താണ് എന്ന് അറിയാതെ ഒരാൾ വളർന്നു വന്നാൽ ഈ ദീനിന്റെ ബലവത്തായ കെട്ടുകൾ ഓരോന്നും അഴിഞ്ഞുപോകും, പൊട്ടിപ്പോകും. എന്താണ് തെറ്റ്, എന്താണ് തിന്മ എന്ന് ബോധ്യമില്ലാതെ ഒരാൾ വളർന്നു വന്നാൽ ആ തെറ്റിലേക്ക് ചെന്നു പതിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല തൗഹീദ് പറഞ്ഞ ഉടനെ ശിർക്കിനെ കുറിച്ച് താക്കീത് ചെയ്തത്. പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞെന്താണ്? ബഷീറും എന്താണ്? നദീറുമാണ്. ബഷീറും നദീറുമാണ്. ബഷീർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന, അള്ളാഹു അയച്ച പ്രവാചകനെ അനുസരിക്കുന്ന ആളുകൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളാണ്. അവിടെ നിർത്തിയാൽ പോരെ? നല്ലത് മാത്രം പറഞ്ഞു കൊടുത്താൽ പോരെ? നദീർ, എന്തിനാണ് അള്ളാഹു തആല അവരെ നദീറാക്കിയത്? അള്ളാഹുവിനെ അനുസരിക്കാത്ത, ഈ പ്രവാചകനെ അനുസരിക്കാത്ത ആളുകൾക്ക് കത്തിയെരിയുന്ന നരകമുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകാൻ, താക്കീത് നൽകാൻ കൂടിയാണ് പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. പല ആളുകളും ചോദിക്കാറുണ്ട്, നിങ്ങളെപ്പോഴും ഇങ്ങനെ ശിർക്ക് 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 എന്ന് എന്തിനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അറിയുന്ന പഠിച്ച മുസ്ലിമീങ്ങളല്ലേ, എന്തിനവരോട് ഇങ്ങനെ ശിർക്ക് ശിർക്ക് എന്ന് പറയുന്നു? സഹോദരങ്ങളെ, ശിർക്ക് അതിന്റെ ഗൗരവം എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മളൊന്ന് നോക്കിയാൽ മതി. പൊങ്ങി നിൽക്കുന്ന ജാറങ്ങൾ അതിന് ഉത്തരം നൽകും. അല്ലാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്ന ഇതുപോലെയുള്ള കേന്ദ്രങ്ങളിൽ ചെന്ന് നിൽക്കുന്ന മുസ്ലിം സമുദായത്തിലെ ആളുകൾ നമുക്ക് ഉത്തരം നൽകും. ഷിർക്കിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്, ബോധ്യമില്ലാത്തത് കൊണ്ടാണ് അവർ അല്ലാഹു അല്ലാത്ത അത്തരം സൃഷ്ടിപൂജയിലേക്ക് എത്തിച്ചേർന്നത്. എന്തിനേറെ പറയുന്നു, ഇതര സമുദായങ്ങളിലെ ആളുകളുടെ അടുക്കൽ വരെ തട്ടമിട്ട പർദ്ദയിട്ട മുസ്ലിം സഹോദരികൾ, മുസ്ലിം നാമധാരികൾ ചെല്ലുന്നുണ്ട്. നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ പോയി അവർ പറയുന്നത് കേൾക്കുന്നു, അവിടെ പോയി അവർ
പറഞ്ഞു കൊടുക്കുന്ന അതേ കർമ്മങ്ങൾ പ്രവർത്തികൾ ചെയ്യുന്നു. എത്ര മുസ്ലിമീങ്ങളായ ഇസ്ലാമിന്റെ പേരുള്ള ആളുകൾ ആണും പെണ്ണും ഒക്കെ അതിലുണ്ട്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്കുണ്ട്. കാന അന്നാസു യസ്അലൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങൾ അഥവാ സഹാബികൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖൈറിനെ കുറിച്ച്, നന്മയെക്കുറിച്ചായിരുന്നു ചോദിച്ചറിഞ്ഞിരുന്നത്. എന്നാൽ ഞാൻ പ്രവാചകനോട് ഷർറിനെ കുറിച്ചായിരുന്നു ചോദിച്ചു മനസ്സിലാക്കിയിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ആ ഷർറ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ല, മഖാഫത അൻ യുദ്രികനി, ഞാൻ അതിൽ ചെന്നു പതിക്കാതിരിക്കാൻ വേണ്ടി. ഒരു കവി പറഞ്ഞതുപോലെ, അറഫ്തു ശർറ ലാ ലിശ്ശർ ലാകിൻ ലിതവഖീഹി, ഷർറിനെ കുറിച്ച്, തിന്മയെക്കുറിച്ച് ഞാൻ പഠിച്ചു മനസ്സിലാക്കി. എന്തിനു വേണ്ടി? ആ തിന്മ പ്രവർത്തിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഫമൻ ലം യഅരിഫി ശർറ മിനൻ നാസി യഖഉ ഫീ, ജനങ്ങളിൽ ഷർറിനെ കുറിച്ച് പഠിക്കാത്ത, അറിയാത്ത ആളുകൾ അതിൽ ചെന്നു പതിക്കും. സഹോദരങ്ങളെ, എന്താണ് ഷിർക്ക് എന്ന് വ്യക്തമായി ധാരണയില്ല എങ്കിൽ, ഷിർക്കിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ആ ഷിർക്കിൽ അകപ്പെട്ടു പോവാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഹാനായ ഇബ്രാഹിമുൽ ഖലീൽ അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിന്റെ ഇമാമാണ്. തുടക്കത്തിൽ കേട്ടില്ലേ, മില്ലത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ ആദർശ പിതാവായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദർശം. ആ അല്ലാഹു തആല എടുത്തു പറഞ്ഞ ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, അല്ലാഹുവേ, എന്നെയും എന്റെ സന്താനങ്ങളെയും ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും നീ അകറ്റി നിർത്തണേ. ഈ പ്രാർത്ഥന, ഈ ആയത്ത് പറഞ്ഞുകൊണ്ട് മുൻഗാമികളിൽ ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ലാ എന്ന മഹാൻ പറഞ്ഞ വാക്കുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ആർക്കാണ് നിർഭയത്വം ഉണ്ടാവുക? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ആർക്ക് നിർഭയനായി ജീവിക്കാൻ സാധിക്കും? അദ്ദേഹം പറഞ്ഞ വാക്കിപ്രകാരമാണ്, വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്നും നീ അകറ്റി നിർത്തണേ. 100% അള്ളാഹുവിനെ അനുസരിച്ച വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. തൗഹീദിന്റെ ഇമാമാണ്. ഒറ്റക്ക് പടപൊരുതിയ ആളാണ് അദ്ദേഹം. തൗഹീദിനു വേണ്ടി തീകുണ്ടത്തിൽ വലിച്ചെറിയപ്പെട്ട മഹാനാണ് അദ്ദേഹം. അല്ലാഹു തആല ആ മഹാന്റെ ആദർശം പിൻപറ്റാനാണ് അഷ്റഫുൽ ഖൽഖിനോട് വരെ പറഞ്ഞത്. ആ ഇബ്രാഹിമുൽ ഖലീൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ, എന്നെയും എൻ്റെ മക്കളെയും ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും നീ അകറ്റി നിർത്തണേ. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത്. നമ്മുടെ ദുആയിൽ ഉണ്ടായിരിക്കണം ഇത്. അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും നീ അകറ്റി നിർത്തണേ. വളരെ ഗൗരവമാണ്. ശൈഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, നീ ഇത് മനസ്സിലാക്കിയാൽ പിന്നെ നിന്റെ മേലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത നീ അത് പഠിക്കണം. എന്താണ് ശിർക്ക് എന്ന് പഠിക്കണം. ലഅല്ലല്ലാഹ അൻ യുഖല്ലിസക മിൻ ഹാദിഹി ശബക, അല്ലാഹു തആല ഈ ശിർക്കിന്റെ വലയത്തിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്തിയേക്കാം. ശൈഖ് ഇവിടെ പ്രയോഗിച്ച വാക്ക് നിങ്ങൾ നോക്കൂ, മിൻ ഹാദിഹി അശ്ശബക. ശബക എന്ന് പറഞ്ഞാൽ എന്താണ്? വലയം, നെറ്റ്. എന്താണ് വലയത്തിന്റെ പ്രത്യേകത എന്താണ്? അതിലൊരാൾ കുടുങ്ങിയാൽ പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? വലയിൽ കുടുങ്ങിയതുപോലെ എന്ന് പറയുന്നേക്കുന്നില്ലേ? അവന്റെ വലയത്തിൽ കുടുങ്ങിപ്പോയി എന്ന് പറയുന്നില്ലേ? വലയിൽ കുടുങ്ങിയാൽ രക്ഷപ്പെടാൻ ഒരൽപ്പം പ്രയാസമുണ്ട്. എന്നതുപോലെയാണ് ഒരാൾ ശിർക്കിൽ അകപ്പെട്ടു പോയാൽ രക്ഷപ്പെടാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ്.
ഷിർക്ക് എന്താണ് എന്ന് ഷിർക്കിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെട്ടാലല്ലാതെ മറ്റൊരു മാർഗവും നമുക്കില്ല. അതെന്താണ് നമ്മൾ പഠിക്കണം. ഷിർക്ക് എന്താണെന്ന് പഠിക്കണം. ഷിർക്കിന്റെ ഇനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. എപ്പോഴാണ് ഒരു കാര്യം ഷിർക്കാവുക എന്ന് പഠിക്കണം. എന്താണ് പ്രവാചകൻ വരുന്ന കാലത്തുണ്ടായിരുന്ന മുശ്രിക്കുകളിൽ സംഭവിച്ച ഷിർക്ക് എന്ന് നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമേ സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ശൈഖ് പറഞ്ഞ വാക്ക് വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കണം. ഷിർക്ക് എന്നത് യഥാർത്ഥത്തിൽ ശബക്കത്താണ്, വലയാണ്. അതിൽ കുടുങ്ങിപ്പോയാൽ നമ്മുടെ കാര്യം പ്രശ്നത്തിലാകും. അദ്ദേഹം പറഞ്ഞു, വഹിയ ശിർകു ബില്ലാഹില്ലദി ഖാല അല്ലാഹു തആല ഫീ. അതാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഷിർക്ക്. ആ ഷിർക്കിൽ നിന്ന് അല്ലാഹു തആല നിന്നെ രക്ഷപ്പെടുത്താൻ ആ ഷിർക്കിനെ കുറിച്ച് നീ പഠിക്കണം. ആ ഷിർക്കെന്ന വലയത്തെക്കുറിച്ച് നീ പഠിക്കണം. എങ്കിൽ അല്ലാഹു തആല അതിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്തും. അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. സൂറത്തു നിസായിലെ ആയത്ത് അദ്ദേഹം അവിടെ എടുത്തു കൊടുക്കുകയാണ്. തീർച്ചയായും അല്ലാഹു തആല പൊറുക്കുകയില്ല, മാപ്പാക്കുകയില്ല. അൻ യുശ്റക ബിഹി, അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത്, അവനിൽ ശിർക്ക് വെക്കപ്പെടുന്നത് അല്ലാഹു തആല ഒരിക്കലും പൊറുക്കുകയില്ല. അഥവാ ഒരാൾ ഷിർക്കിലായിക്കൊണ്ട് മരിച്ചുപോയാൽ അള്ളാഹു അയാൾക്കൊരിക്കലും പാപമോചനം നൽകുകയില്ല. അയാളുടെ പാപങ്ങൾ അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. എന്നാൽ ഷിർക്കല്ലാത്ത വല്ല പാപവുമായിട്ടാണ് ഒരാൾ പരലോകത്ത് വരുന്നത് എങ്കിൽ അല്ലാഹു തആല ഒരുപക്ഷെ അയാൾക്ക് പുറത്തു കൊടുത്തേക്കാം. അപ്പൊ നോക്കൂ, ദുനിയാവിലും ഇത് ഒരു വലയാണ്. കുടുങ്ങിയാൽ പിന്നെ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന ഷിർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫകഅന്നമാ ഖറ മിനസ് സമാ, ആകാശത്ത് നിന്ന് താഴേക്ക് പതിച്ചവനെ പോലെയാണ്. ഒന്നല്ലെങ്കിൽ പക്ഷികൾ അവനെ റാഞ്ചിയെടുക്കും, അതല്ലെങ്കിൽ കാറ്റ് വിദൂരമായ ഏതെങ്കിലും സ്ഥലത്തേക്ക് അവനെ വലിച്ചെറിയും. ദുനിയാവിൽ തന്നെ വലയിൽ കുടുങ്ങിയതുപോലെയാണ്, രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഷിർക്കിന്റെ ആളുകളെ നോക്കൂ, ഒരിക്കലും നിർഭയത്വം ഉണ്ടാവുകയില്ല. എപ്പോഴും പരാതികളും പരിഭവങ്ങളും അങ്ങനെയായിരിക്കും. കാരണം ഷിർക്കിൽ കുടുങ്ങിയിട്ടാണുള്ളത്, നിർഭയത്വമില്ല. അല്ലാഹു തആല പറഞ്ഞ ആയത്തുകൾ ഉൾക്കൊള്ളാത്തതിന്റെ, പ്രവാചകന്റെ റിസാലത്ത് ഉൾക്കൊള്ളാത്തതിന്റെ അപകടമാണത്. മറിച്ച് മുഅ്മിനിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞതൊക്കെ നിങ്ങൾ നോക്കൂ, നിർഭയത്വം അല്ലാഹു തആല നൽകുമെന്നാണ്. മുഅ്മിനിന് ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ അൽ അംൻ, നിർഭയത്വം. ഇപ്പൊ മുശ്രിക് എന്ന് പറഞ്ഞാൽ ഒരു ശിർക്ക് ചെയ്യുന്ന ഒരാൾ, അയാൾ ശബക്കത്തിൽ കുടുങ്ങിയതുപോലെയാണ്. ദുനിയാവിൽ തന്നെ അയാളുടെ അവസ്ഥ അങ്ങനെയാണ്. ആഖിറത്തിലും സഹോദരങ്ങളെ ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതാണ് അല്ലാഹു പറഞ്ഞത്. ഒരിക്കലും അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. ശിർക്കെന്ന പാപം, ശിർക്കെന്ന കൊടും പാതകം ഒരാളിൽ സംഭവിച്ചാൽ അയാൾ രക്ഷപ്പെടുകയില്ല. അല്ലാഹു തആല ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. وذلك بمعرفة 4 قواعد ذكرها الله تعالى في كتابه. ഷെയ്ഖ് റഹിമഹുല്ലാഹ് ആ ഭാഗം പൂർത്തീകരിക്കുന്നു. ഷിർക്ക് അതിനെക്കുറിച്ച് പഠിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. എങ്കിൽ ഷിർക്കാകുന്ന വലയത്തിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാം എന്നും അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ആ ഷിർക്കിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞ ആയത്തും അദ്ദേഹം സൂചിപ്പിച്ചു. ശേഷം ഈ കിതാബിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. വദാലിക, ഈ പറഞ്ഞ ഷിർക്കിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന 4 ഖവാഇദുകൾ, 4 അടിസ്ഥാനങ്ങൾ, അഥവാ അല്ലാഹുവിന്റെ കിതാബിൽ പറഞ്ഞ 4 അടിസ്ഥാനങ്ങളാണ് ഇനി അങ്ങോട്ട് നമുക്ക് വായിക്കാൻ, പഠിക്കാൻ ഉള്ളത്. ഈ 4 അടിസ്ഥാനങ്ങൾ, അടിസ്ഥാന തത്വങ്ങൾ വായിച്ച് പഠിച്ചു മനസ്സിലാക്കിയാൽ എന്താണ് ഷിർക്ക് എന്ന് നമുക്ക് ബോധ്യപ്പെടും, എന്താണ് തൗഹീദ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോഴാണ് ആരൊക്കെയാണ് ഷിർക്കിൽ അകപ്പെട്ടിട്ടുള്ളത്
എന്താണ് യഥാർത്ഥത്തിൽ ശിർക്ക്, എന്താണ് യഥാർത്ഥ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആ വിഷയത്തിലുള്ള നിലപാട്, ഇവിടെ ഞങ്ങളാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തിന്റെ ആളുകൾ എന്ന് പറയുന്നവർ എവിടെയാണുള്ളത്, അവർക്കാരുമായിട്ടാണ് ബന്ധം എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടും. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ പറഞ്ഞതിന്റെ ആകത്തുക എന്താണെന്ന് ചോദിച്ചാൽ, ഷെയ്ഖ് ആദ്യം യഅലം, നീ അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിമി മില്ലത്ത് എന്താണെന്ന് പറഞ്ഞു. ഇന്ന് പറഞ്ഞതിന്റെ ഫൽഖുലാസാണ് ഇപ്പോൾ പറയുന്നത്. എന്ന് പറഞ്ഞതിന്റെ ആകത്തുക എന്താണ്? നീ അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇബ്രാഹിമി മില്ലത്തിനെ കുറിച്ച് പറഞ്ഞു. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആദർശം. എന്നിട്ട് അല്ലാഹു തആല അതാണ് നമ്മോട് കൽപ്പിച്ചത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തി. അതിനുവേണ്ടിയാണ് അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത് എന്നും പറഞ്ഞു. എന്നിട്ട് തെളിവും ഉദ്ധരിച്ചു. എന്താ തെളിവ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ശേഷം അദ്ദേഹം പറയുകയാണ്, അത് നിനക്ക് മനസ്സിലായാൽ പിന്നെ നീ പഠിക്കേണ്ട കാര്യം എന്താ? ഒരു ഇബാദത്താണെന്ന് പറയണമെങ്കിൽ നേരത്തെ പറഞ്ഞ ആദർശം നീ സ്വീകരിക്കണം. അതല്ലെങ്കിൽ നീ ചെയ്ത ഇബാദത്തിനെ ഇബാദത്ത് എന്ന് പറയുകയില്ല. ഏതുപോലെ? എന്താണ് ഉദാഹരണം അദ്ദേഹം പറഞ്ഞത്? ഒരാൾ നിസ്കരിച്ചു, ഒരു നിസ്കാരത്തെ നിസ്കാരമെന്ന് പറയുകയില്ല. ഏതുവരെ? ശുദ്ധിയോടുകൂടി നിസ്കരിച്ചാലല്ലാതെ. ശുദ്ധിയില്ലാതെ നിസ്കരിച്ചാൽ അയാൾ നിസ്കാരത്തിന്റെ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അയാൾ നിസ്കരിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് നിനക്ക് മനസ്സിലായാൽ നീ അറിയുക, ഇബാദത്തിൽ ശിർക്ക് കലർന്നാൽ ആ ഇബാദത്ത് നശിച്ചുപോകും, പൊളിഞ്ഞുപോകും. അതുപോലെ നിന്റെ അമലുകൾ മുഴുവനും തകർന്നു പോകും. ആ ഇബാദത്ത് മാത്രമല്ല, ആ ഇബാദത്തിന്റെ കൂടെ കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും. പിന്നെ ഒരൊറ്റ അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല. എല്ലാ അമലും പൊളിയും. മാത്രമല്ല പരലോകത്ത് ശാശ്വതനായി നരകത്തിൽ കഴിയേണ്ടിയും വരും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഇപ്പൊ പറഞ്ഞല്ലോ, ഇനി നിന്റെ മേലുള്ള നിർബന്ധ ബാധ്യത എന്താണ്? നീ ഇങ്ങനെ നടക്കലല്ല, പിന്നെയോ ശിർക്ക് എന്താണെന്ന് പഠിക്കണം. ശിർക്ക് എന്താണെന്ന് പഠിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ ഗുരുതരമായ അപകടത്തിൽ നിന്നും നീ രക്ഷപ്പെടുകയുള്ളൂ. അതെന്താണ് യഥാർത്ഥത്തിൽ? ഒരു വല പോലെയാണ്, ഒരു വലയാണത്. വലയിൽ കുടുങ്ങിയ ആൾ രക്ഷപ്പെടാൻ അയാൾക്ക് ചാൻസ് കുറവാണ്, സാധ്യത കുറവാണ്. അയാൾ ഇളകുന്നതിനെ പിന്നെയും പിന്നെയും കുടുങ്ങിക്കൊണ്ടിരിക്കും. എന്നതുപോലെയാണ് ശിർക്ക്. അതിൽ നിന്ന് രക്ഷപ്പെടൽ പ്രയാസമാണ്. അതാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ അറിയിച്ച ഒരായത്ത് അദ്ദേഹം ഉദ്ധരിച്ചു. ദുനിയാവിൽ ഇത് വല പോലെയാണ്, പരലോകത്തും അങ്ങനെ തന്നെ രക്ഷപ്പെടുകയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. 4 കാര്യങ്ങൾ അള്ളാഹുവിന്റെ കിതാബിന്റെ അടിസ്ഥാനത്തിൽ, പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഇനി വിശദീകരിക്കുകയാണ്. അത് പഠിച്ചാൽ, അത് മനസ്സിലാക്കിയാൽ എന്താണ് ശിർക്ക് എന്ന് നിനക്ക് ബോധ്യപ്പെടും. മനസ്സിലായില്ലേ? അല്ലാഹു തആല പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. മരണം വരെ അല്ലാഹു തആല ഇസ്ലാമിൽ, ഈമാനിൽ, യഥാർത്ഥ അഹ്ലുസുന്നത്തിന്റെ പാതയിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അല്ലാഹുവിനെ മുസ്ലിമീങ്ങളായി, മുഅ്മിനീങ്ങളായി കണ്ടുമുട്ടാൻ അല്ലാഹു തആല നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വഅഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.